മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ നേരിട്ട് ഇലക്ഷൻ നിലപാട് ഇവിടെ വെച്ചിട്ട് തന്നെ നിലപാടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായിട്ടല്ല. നിലപാട് പ്രഖ്യാപിച്ചതൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടാണ് 2011 മാർച്ചിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ ടി ആരിഫ് അലി സാഹിബും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ മറ്റൊന്നല്ല സംസാരിച്ചത്, വർഗീയതയും തീവ്രവാദമൊന്നുമല്ല സംസാരിച്ചത്. ആ സംസാരത്തിൽ ഇലക്ഷൻ പിന്തുണയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുമുണ്ട്. അതിനുശേഷം ജമാഅത്തെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കാത്ത ചർച്ചയും പറയാത്ത കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. നടന്ന ചർച്ചകളും പറഞ്ഞ കാര്യങ്ങളും ധാരാളമുണ്ട്. വെളിപ്പെട്ടതുമുണ്ട്, പറയാത്തതുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് 11-ന് ശേഷവും നടന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതൊന്നും പത്രക്കാരുമായി ഇപ്പോൾ പങ്കുവെക്കാത്തത് CM വെച്ചു പുലർത്തുന്നതിനേക്കാൾ ഉയർന്ന രാഷ്ട്രീയ മാന്യത വെച്ചു പുലർത്തണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ ഞാൻ അത്രേ പറഞ്ഞു വെക്കുന്നുള്ളൂ. അത് ബാക്കി ചർച്ച നടത്തിയ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമേജാണ് CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒളിവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. വളരെ സുതാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ജമാഅത്തുകാർക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങളുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമുമായി സഹകരിക്കുന്ന ജനങ്ങളുണ്ടാവും. അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൻ്റെ പ്രഭാഷണങ്ങളുണ്ട്, അതിൻ്റെ നിലപാടുകളുണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. കേരളത്തിൽ നിങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് അതിൻ്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, പ്രഭാഷണത്തിൽ, വിഷ്വൽ കണ്ടൻറ്റിൽ ഏതെങ്കിലും ഒന്നിൽ വർഗീയത എന്ന് പറയണ്ട, വർഗീയതയുടെ ഒരു അംശം നിലനിൽക്കുന്ന, പരമത വിദ്വേഷത്തിൻ്റെ ഏതെങ്കിലും ഘടകം ഉൾക്കൊള്ളുന്ന, ബഹുസ്വര സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അലോസരം സൃഷ്ടിക്കുന്ന, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം പറയാൻ 7.5 പതിറ്റാണ്ടിനിടയ്ക്ക് കഴിയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. എല്ലാ സംഘടനയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകട്ടെ. ഇന്നലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് നിർമ്മാണത്തിനിടെ കൈപ്പത്തി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ഈ വർത്തമാനം പറയുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പതിറ്റാണ്ടായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രതിനിധാനമാണ് നിർവഹിക്കുന്നത്. ബഹുസ്വര സമൂഹത്തിനകത്ത്, ബഹുമത സമൂഹത്തിനകത്ത് അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ആരോഗ്യകരമായ ആശയ സംവാദങ്ങളും അതുപോലെ തന്നെ ആശയ കൈമാറ്റങ്ങളും നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്.